शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तावत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैवायनो विरहकातर आजुहाव। पुत्रेति तन्मयतया तरवोऽपि नेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्यैमा पुरो विभुः निर्मायशेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् भजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि। वादालयेशमनिशं हृदि भावयामि।
ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കുകളിലാണ്. നാളെ മുതൽ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. നാളെ ഒന്നാം ഓണം, ഉത്രാടം. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലുമൊക്കെ ആദ്യത്തെ പുതിയ അരി കൊണ്ടുള്ളതായിട്ടുള്ള അന്നം ഭഗവാന് നിവേദിച്ച് എല്ലാവരും ആരംഭിക്കുന്ന ഈ വിളവെടുപ്പിൻ്റെ പുത്തരി ഊണിൻ്റെ ഒക്കെ വിശേഷ ദിവസം കൂടിയാണ് ഉത്രാടം. നാളെ ദ്വാദശിയും കൂടിയാണ്. അതുകൊണ്ട് തിഥിപ്രകാരം നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ വാമന അവതാര ദിവസം നാളെ തന്നെയാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ച് തിരുവോണം ആണ് പ്രധാനമായിട്ട് നക്ഷത്രം നോക്കുന്നത് കൊണ്ട് തിരുവോണം മറ്റന്നാളാണ്. ഓണം തിരുവോണം. ശ്രാവണ മാസത്തിലെ തിരുവോണ നക്ഷത്രം ഭഗവാന്റെ വാമന മൂർത്തിയുടെ അവതാര സുദിനം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു. ഭഗവാൻ ധർമ്മസംരക്ഷണത്തിനായിക്കൊണ്ട് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു രൂപം ധരിച്ചത് തന്നെയാണ് വാമനാവതാരവും. എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവർ തന്നെയാണ്. എങ്കിലും നമ്മൾ ഓരോ വർഷവും പുതിയ പുതിയ ആളുകളെയും ഈ ഓണത്തിൻ്റെ സന്ദേശം, ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തവരെയും അറിയിക്കുക എന്നുള്ളതായിട്ടുള്ളൊരു ഉദ്ദേശത്തോടുകൂടെ നമുക്ക് ഈ ഓണാഘോഷത്തോടൊപ്പം ആ ഓണത്തെ സംബന്ധിച്ചതായിട്ടുള്ള കഥയെക്കുറിച്ചും അതിൻ്റെ പുറകിലുള്ളതായിട്ടുള്ള നമ്മുടെ പുരാണ കഥകളെക്കുറിച്ചും ഒക്കെ വിചാരം ചെയ്യപ്പെടേണ്ടതാണ്. ആ ഒരു ഉദ്ദേശത്തിൽ ഇന്നും നാളെയും മറ്റന്നാളെയും കൂടി നമുക്ക് ഓണത്തെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു നമ്മുടെ ഭാഗവതത്തിലൂടെയും മറ്റ് ഈ വാമനാവതാരത്തെ പ്രതിപാദിച്ചിട്ടുള്ള മഹാഭാരതം അതുപോലെയുള്ള മറ്റ് പുരാണങ്ങൾ ഇതിലൊക്കെ കൂടെ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി എല്ലാവരെയും ഒന്ന് ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഓൺലൈനായിട്ട് ഈ ഒരു ഓണ സന്ദേശം എന്നുള്ള പേരിൽ ഈ ഒരു പരിപാടി ഇന്ന് ആരംഭിക്കുന്നത്. നാളെയും മറ്റന്നാളും എല്ലാവർക്കും ഓണത്തിരക്കൊക്കെ തന്നെയാണ്. എങ്കിലും കുറച്ച് നേരം നമുക്ക് ഓൺലൈനായിട്ട് ഭാഗവതം, ഭഗവാന്റെ അവതാര ഭാഗം, വാമന അവതാര ഭാഗം വായിക്കുകയും വിചാരം ചെയ്യുകയും ചെയ്യാം എന്ന് കരുതുന്നു. വേറെ നമ്മൾ വീട് വിട്ട് പുറത്തേക്കൊന്നും പോക്കുണ്ടാവില്ലല്ലോ. അപ്പോൾ ബാക്കി ഒരുക്കങ്ങളുടെ ഇടയിൽ കൂടെ കുറച്ച് നേരം, 1 മണിക്കൂർ നേരം വീതം 2 ദിവസവും ഭാഗവതം വായിക്കാം. എന്നിട്ട് കുറച്ച് ചിന്തിക്കാം എന്ന് കരുതുകയാണ്. ഞാനും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരുപാട് തിരക്കുകൾ, പല തിരക്കുകളിലും പെട്ടിരിക്കുകയായിരുന്നു.
ഏറ്റവും വിശേഷമായിട്ട് നമ്മുടെ ആശ്രമത്തിൽ വെച്ച് വർഷങ്ങൾ ആയിട്ട് ഇതിപ്പോൾ 8ാമത്തെ വർഷമാണ് ഓണത്തോടനുബന്ധിച്ച് ഈ ചുറ്റുപാടുള്ളതായിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ഓണം അവർക്കൊരു കുറവുണ്ടാകരുത് എന്നുള്ളൊരു സങ്കല്പം കൊണ്ട് ആരംഭിച്ചതാണ് ഓണം കിറ്റ് എന്ന പേരിൽ അവശ്യ വസ്തുക്കളെല്ലാം നമ്മൾ വിതരണം ചെയ്യുന്നു. സർക്കാർ കിറ്റുകൾ കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ അതൊക്കെ പേരിന് മാത്രമാണ്. നമുക്കെല്ലാം അറിയാം, നാമമാത്രമായിട്ട് എന്തെങ്കിലും ഒപ്പിച്ച് കുറേ അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം മാത്രമാണ്. അതിൽ മന്ത്രി തലത്തിൽ തുടങ്ങി താഴെയുള്ള ഏറ്റവും ചെറിയ ഉദ്യോഗസ്ഥന്മാരും റേഷൻ ഷോപ്പ് ഉടമകളും വരെ അവരുടേതായിട്ടുള്ള പങ്ക് ഊറ്റിയെടുത്തതിന് ശേഷം യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്കും വെറും സ്കെലിട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കിറ്റ് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ സഞ്ചിയും പേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം അടിച്ചു മാറ്റേണ്ടവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും, നമുക്കറിയാം. അപ്പോൾ ആളുകൾക്ക് പ്രയോജനപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് 150 കിറ്റാണ് ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറായത്. കഴിഞ്ഞ കൊല്ലം 130 കൊടുത്തു. അപ്പോൾ ഈ വർഷം 150 ആക്കാനായിട്ട് വിചാരിച്ചു. പക്ഷേ ചുറ്റുപാടുള്ളതായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം, എല്ലാവരുടെയും ആവശ്യം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു 50 കിറ്റ് കൂടെ ഇന്നലെ വീണ്ടും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഒരുക്കങ്ങൾ എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ മറ്റു പല തിരക്കുകളും. നമ്മുടെ ഇവിടെയുള്ള ഒരു സ്വാമിജി, സീനിയറായിട്ടുള്ള സ്വാമിജി വീണിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. കോങ്ങാട് സദാനന്ദ സരസ്വതി സ്വാമികൾ ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെ പോകണം. വിനായക ചതുർത്ഥി വിശേഷങ്ങൾ, ഒരുപാട് തിരക്കുകളായിരുന്നു. അപ്പോൾ ഇനിയും ഓണത്തിരക്കുകളുമായി. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 11 മുതൽ 18 വരെ ബാംഗ്ലൂരിൽ ഒരു സപ്താഹ തിരക്കിലാണ്. ബാംഗ്ലൂർ ഹെബ്ബാൾ ഒരു അയ്യപ്പ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പേര് മറന്നു. 11-ാം തീയതി മാഹാത്മ്യം വൈകുന്നേരം ആരംഭിക്കുന്നു. 12 മുതൽ 18 വരെയുള്ളതായിട്ടുള്ള ദിവസങ്ങളിലാണ് സപ്താഹം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരിലെ തിരക്കായി. സെപ്റ്റംബർ 21-ാം തീയതി ഗുരുവായൂരിലെ ഗീതാ മഹോത്സവം. അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് തന്നെ ഞാനവിടെ സാന്നിധ്യം ഉണ്ടാവണം, പല കാര്യങ്ങളും ഏർപ്പാടുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ 19-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഉടനെ ഗുരുവായൂരിലേക്ക് പോകും. അപ്പോൾ 21-ാം തീയതി കഴിഞ്ഞിട്ടേ ഇനി നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ തുടരുന്നുണ്ടാവുള്ളൂ. അത് ഇപ്പം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുക, കാത്തിരിക്കേണ്ട ആരും. ഭാഗവത ജ്ഞാനഗംഗ 21-ാം തീയതിക്ക് ശേഷം 22-ാം തീയതിയോ 23-ാം തീയതിയോ ആയിട്ട് ആരംഭിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നവരാത്രി തിരക്കൊക്കെ ആവും. പക്ഷേ രാവിലെ ഭാഗവതത്തിൻ്റെ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈകുന്നേരങ്ങളിൽ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് ഭാഗവതത്തിലെ വാമനാവതാരത്തെക്കുറിച്ച് വിചാരം ചെയ്യാം. ഒപ്പം മറ്റ് ചിന്തകളും ചെയ്യാം. മറ്റ് അതിനോടുള്ള താരതമ്യ പഠനവും സമയമുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ അഷ്ടമസ്കന്ധം, ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 18-ാം അധ്യായത്തിലാണ് വാമനാവതാരം വരിക. അതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. നാളെയാണ് നമ്മൾ ഈ 18-ാം അധ്യായം വാമനാവതാരം വായിച്ച്
ആ ഭാഗം പറയുക. അപ്പം അതിനു മുമ്പ് ഉള്ളതായിട്ടുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. 16ഉം 17ഉം അധ്യായങ്ങൾ വായിക്കാം. വായിച്ച് അതിൻ്റെ ഒരു സംഗ്രഹം ഓടിച്ച് പറയാം. പതിനഞ്ചാം അധ്യായം തൊട്ട് പറയണം ശരിക്കും. പരീക്ഷിത്ത് രാജാവിൻ്റെ ചോദ്യം 15-ാം അധ്യായത്തിലാണ്. രാജോവാച എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്, ഹരി ബലിയിൽ നിന്ന് 3 അടി മണ്ണ് എന്തിനായിക്കൊണ്ട് യാചിച്ചു? അദ്ദേഹം എന്തിനാണ് മഹാബലിയെ ബന്ധിച്ചത്? അദ്ദേഹം ഒരു കൃപണനെ പോലെ ചെന്ന് യാചിക്കാൻ കാരണം എന്താണ്? ഒരു ഭിക്ഷക്കാരനെ പോലെ ചെന്ന് ബലിയുടെ മുമ്പിൽ യാചിക്കുകയും ചെയ്തു, എന്നിട്ടും അവനെ ബന്ധിക്കുകയും ചെയ്തു. ലഭിക്കേണ്ടത് ലഭിച്ചിട്ടും പിന്നെയും എന്തിനാണ് മഹാബലിയെ ബന്ധനം ചെയ്തത്? ഈ കാര്യങ്ങൾ എനിക്കറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിത്ത് രാജാവ് സുഖബ്രഹ്മർഷിയോട് ചോദ്യം ചെയ്തപ്പോഴാണ് മഹാബലിയുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് 15-ാം അധ്യായം. മഹാബലി ശുക്രാചാര്യരാൽ ജീവിപ്പിക്കപ്പെട്ട ആളാണ്. ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടു മഹാബലി. അങ്ങനെ മരണം സംഭവിച്ചു കഴിഞ്ഞതായിട്ടുള്ള മഹാബലിയെ ശുക്രാചാര്യർ തന്റെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് പുനർജീവിപ്പിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞത് പ്രകാരം ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളും ദാനങ്ങളും എല്ലാം മഹാബലിയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇതെല്ലാം മഹാബലിയെ ശക്തനാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മഹാബലി അശ്വമേധയാഗങ്ങൾ 100 അശ്വമേധയാഗങ്ങൾ അനുഷ്ഠിക്കുകയാണ് ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം. അതുകൊണ്ട് തന്നെ 100 അശ്വമേധയാഗം നടത്തി കഴിയുമ്പോൾ അദ്ദേഹം ഇന്ദ്രന്റെ പദവിക്ക് യോഗ്യനായി തീരുകയാണ്. സതക്രതു ആയിക്കഴിഞ്ഞാൽ, അഥവാ 100 അശ്വമേധയാഗങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ശക്രൻ എന്നുള്ളതായിട്ടുള്ള ഒരു സ്ഥാനപ്പേരിന് അദ്ദേഹം അർഹനാവുകയാണ്. അങ്ങനെ ആ ഒരു യോഗ്യത കൊണ്ട് അദ്ദേഹം ഇന്ദ്രന്റെ പദവി പിടിച്ചടക്കുകയാണ്. സ്വയമേവ ഇന്ദ്രന്റെ പദവി പിടിച്ചടക്കുകയാണ് തന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടും. ബലവാനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മഹാബലി എന്ന് പറയാവുന്നത്. ബലിന് എന്നുള്ളതായിട്ടുള്ള ശബ്ദം അതിന്റെ നകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അത് രൂപം വരുമ്പോൾ ബലീന്നായി പോകുന്നു. ഗുണിൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം ഗുണി എന്നാവും പോലെയാണ് ബലിൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം ബലി എന്നായി ഈ കാലം. വനമാലിൻ, ഗതിൻ, ഷാർഗിൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള നകാരാന്ത ശബ്ദങ്ങളാണ് വനമാലി, ഗതി, ഷാർഗി, ശങ്കി, ചക്രീ, നന്ദകി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ മഹാബലവാനായതുകൊണ്ട് മഹാബലി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ബലം അസ്യ അസ്തീതി ബലി. പിന്നീട് അദ്ദേഹത്തിന്റെ ത്യാഗം കൊണ്ടും അദ്ദേഹത്തെ മഹത്തായ ബലി ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ മഹാബലിഹി എന്ന് വേണമെങ്കിൽ ഇകാരാന്ത പുല്ലിംഗമായിട്ടും മാറ്റാം. ബലിഹി. അപ്പൊ ഇകാരാന്ത പുല്ലിംഗമാണ്, വിസർഗത്തോട് കൂടിയിട്ടാണ് ആ ശബ്ദം ഉച്ചരിക്കേണ്ടത്. മഹാബലിഹി, വലിയ ബലി ചെയ്തവൻ, വലിയ ത്യാഗം ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതിന്റെ രൂപങ്ങളൊക്കെ മാറും. ഇകാരാന്ത പുല്ലിംഗമാകുമ്പോൾ അതിന്റെ ചതുർത്ഥി വിഭക്തി അല്ലെങ്കിൽ മറ്റ് വിഭക്തികളൊക്കെ മാറും. ബലിന, ബലയേ, ബലിഭ്യാം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള രൂപങ്ങൾ മാറും. അപ്പൊ എന്തായാലും രണ്ടർത്ഥവും അദ്ദേഹത്തിന് യോജിക്കും. മഹാബലവാനായതുകൊണ്ട് മഹാബലി, വലിയ ത്യാഗം ചെയ്തതുകൊണ്ട് മഹാബലി.
ഭഗവാന് സർവസ്വവും സമർപ്പിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ മഹാബലി എന്നും അദ്ദേഹത്തെ നമുക്ക് വിളിക്കാവുന്നതാണ് പിന്നീട്. അപ്പം എന്തായാലും ആ ബലവാനായതുകൊണ്ട് അഹങ്കാരം കൊണ്ട് 3 ലോകങ്ങളും കീഴ്പ്പെടുത്തി, സ്വർഗവും കീഴ്പ്പെടുത്തി, ഇന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കി. ദേവന്മാരെല്ലാവരും പ്രച്ഛന്ന വേഷധാരികളായിട്ട് അമ്മയെയും അച്ഛനെയും വന്ന് കാണാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ അലഞ്ഞു തിരിയുന്ന ആളുകളായി മാറി. പലയിടത്തും പ്രച്ഛന്ന വേഷത്തിൽ കഴിയുകയാണ് ദേവന്മാര്. ദേവമാതാവായിട്ടുള്ള അതിഥി ദേവിക്ക് ആ മക്കളെ കാണാൻ പോലും ലഭിക്കുന്നില്ല. ആ ദേവിയുടെ ആ സങ്കടം അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് 16-ാം അധ്യായം വർണ്ണിക്കുന്നത്. ദേവി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായുള്ള സന്ദർഭത്തിൽ കശ്യപ പ്രജാപതി ദേവിയുടെ ഗൃഹത്തിൽ വന്നതായിട്ടുള്ള സന്ദർഭത്തിൽ കശ്യപ പ്രജാപതിയെ, ഭർത്താവിനെ, ആ പതിവ്രതയായ അതിഥി ദേവി എല്ലാ മര്യാദകളോടും കൂടി സൽക്കരിച്ച് പൂജിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ദേവിയുടെ മുഖം വാടിയിരിക്കുന്നത് കശ്യപ പ്രജാപതി ശ്രദ്ധിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. എന്താണ് നിന്റെ മുഖം വാടാനായിക്കൊണ്ട് കാരണം? എന്തിന്റെ കുറവാണ് നിനക്ക്? എന്തെങ്കിലും അധർമ്മം നീ പ്രവർത്തിച്ചുവോ? അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും വന്ന് യാചിച്ചിട്ട് നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലയോ? അതിഥികൾ വന്ന് വേണ്ട രീതിയിൽ സൽക്കരിക്കാൻ നിനക്ക് സാധിക്കാതെ പോയോ? ഇങ്ങനെ ഏറ്റവും ധർമ്മമൂർത്തിയായിരിക്കുന്ന ആ അതിഥി ദേവി തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ധർമ്മം പ്രവർത്തിക്കാൻ അശക്തയായി വരുമ്പോഴാണ് ഇങ്ങനെ വിഷമിക്കാറ് എന്ന് കശ്യപ പ്രജാപതിക്ക് അറിയാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഈ സമയത്ത് ദേവി മറുപടി പറയുന്നു, അതൊന്നുമല്ല എൻ്റെ വിഷമത്തിന് കാരണം. എൻ്റെ പുത്രന്മാരെ കണ്ടിട്ട് ദിവസങ്ങളായി. അവരുടെ എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് നാഥനില്ലാത്തവരായി, യാതൊരു ഗതിയുമില്ലാത്തവരായി പ്രച്ഛന്ന വേഷത്തോടുകൂടെ അലയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള ആ ഇന്ദ്രന് അർഹിക്കുന്നതായിട്ടുള്ള സ്ഥാനം, ദേവേന്ദ്ര പദം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് മഹാബലി അടക്കി വാഴുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പുത്രന്മാർക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള അവരുടെ ഐശ്വര്യം അത് വീണ്ടു കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ ദേവി കശ്യപ പ്രജാപതിയോട് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് കശ്യപ പ്രജാപതി പറഞ്ഞു കൊടുക്കുന്നതാണ്, ഭഗവാനെ ഭജിക്കൂ. ഭഗവാൻ വിഷ്ണു തീർച്ചയായിട്ടും നിന്റെ മക്കളുടെ നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടെടുത്ത് നൽകും. നിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കശ്യപ പ്രജാപതി ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് ദേവിക്ക് ഉപദേശിച്ചതായിട്ടുള്ള ഒരു വ്രതം ആണ് പയോവ്രതം. ആ പയോവ്രതം 12 ദിവസം പാലുകൊണ്ട് ഭഗവാനെ പൂജിച്ച്, പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകാദികൾ ചെയ്ത്, പാല് നിവേദിച്ച്, ആ പാല് മാത്രം പ്രസാദമായിട്ട് 12 ദിവസം ഭക്ഷിച്ചുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കാൻ ഉള്ളതായിട്ടുള്ളൊരു വിഷ്ണു ഭജന പദ്ധതിയാണ് കൊടുത്തത്. അത് അക്ഷരം പ്രതി ദേവി അനുഷ്ഠിക്കുന്നതാണ് പിന്നീട് ഇതിൽ വർണ്ണിച്ചത്. അങ്ങനെ അനുഷ്ഠിച്ചതായിട്ടുള്ള ദേവിയുടെ മുമ്പിൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷനാവുന്നതാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദേവിയുടെ ആ ഉപാസനയുടെ ഫലമായിട്ട് പ്രീതനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ചതുർബാഹുവായി ദേവിയുടെ മുമ്പിൽ ദർശനം കൊടുക്കുന്നു. ദേവിയോട് എന്താണ് വേണ്ടത് വരമായിട്ട് എന്ന് ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് ദേവി തൻ്റെ വിഷമം അവതരിപ്പിക്കുന്നു. തൻ്റെ പുത്രന്മാർക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഐശ്വര്യം അത് വീണ്ടും കിട്ടണം, അതിനായിക്കൊണ്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഭഗവാൻ അതിനുള്ള ഉപായം ഞാൻ ചിന്തിക്കാം. എന്തായാലും മഹാബലി അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ബ്രാഹ്മണരുടെയൊക്കെ അനുഗ്രഹം നല്ലവണ്ണം ഉണ്ട് അദ്ദേഹത്തിന്. ഇപ്പം അദ്ദേഹത്തിൻ്റെ കാലമാണ്, അദ്ദേഹം വിജയിച്ചു നിൽക്കുന്നതായിട്ടുള്ള കാലമാണ്. അദ്ദേഹത്തിന്
അദ്ദേഹത്തെ പരാജയപ്പെടുത്താനോ അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കാനോ വളരെ വിഷമമാണ് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ളതുകൊണ്ട്. എങ്കിലും ഞാൻ എന്തെങ്കിലും വഴി കാണാം, ഞാൻ തന്നെ ദേവിയുടെ പുത്രനായി അവതരിക്കാം, എന്നിട്ട് അമ്മയുടെ പുത്രന്മാരുടെ ദുഃഖം ഞാൻ നീക്കിക്കൊടുക്കാം, അതിന് പ്രയത്നം ചെയ്യാം, എന്തെങ്കിലും ഒരു ഉപായം കാണാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുകയും ഈ വിവരം രഹസ്യമായി തന്നെ സൂക്ഷിക്കണം, ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയും ചെയ്ത് അന്തർദാനം ചെയ്യുന്നു. അത് പ്രകാരം ദേവി ഭഗവാനെ ഗർഭം ധരിക്കുന്നതും കശ്യപനിൽ നിന്ന് ദേവി ഭഗവാന്റെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ ഗർഭത്തിൽ ധരിച്ച് ശ്രാവണ മാസത്തിലെ ദ്വാദശി തിഥി അഭിജിത് മുഹൂർത്തം, അഭിജിത് നക്ഷത്രം, ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ നക്ഷത്രമാണ് അഭിജിത്ത്. അത് അധിക സമയമില്ല, ഒരു മുഹൂർത്തം മാത്രമാണ്. അതുകൊണ്ടത് അഭിജിത് മുഹൂർത്തം എന്നും അറിയപ്പെടുന്നു. ആ ഒരു ചെറിയ നക്ഷത്രത്തിൽ 28ാമത്തെ നക്ഷത്രമായിട്ട് പറയാവുന്ന അഭിജിത് നക്ഷത്രത്തിലാണ് ഭഗവാന്റെ അവതാരം. അതിനെ നമ്മൾ മലയാളികൾ തിരുവോണത്തിലേക്ക് എടുത്ത് തിരുവോണമായിട്ട് ആഘോഷിക്കുന്നു. ഉത്രാടവും തിരുവോണവും ആയിട്ട് പകുത്തെടുത്ത് ഉത്രാടവും തിരുവോണവും 1-ാം ഓണം 2-ാം ഓണമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇപ്പൊ ദ്വാദശി തിഥി അഭിജിത് മുഹൂർത്തം അല്ലെങ്കിൽ അഭിജിത് നക്ഷത്രത്തിലാണ് ഭഗവാന്റെ ജന്മം എന്ന് നമുക്ക് ഭാഗവതത്തിൽ കാണാം, മറ്റ് പുരാണങ്ങളിലുമൊക്കെ കാണാം. അപ്പൊ നമുക്കിപ്പോ ഈ 16ഉം 17ഉം അധ്യായങ്ങളൊന്ന് വായിച്ച് നിർത്താം. നാളെ നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടെ ആ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് ചിന്ത ചെയ്യാം. നാളെയാണ് ഭഗവാന്റെ അവതാര സുദിനമായിട്ട് നമുക്ക് ദ്വാദശി തിഥി ഉത്രാട നക്ഷത്രം, അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടുകൂടി അഭിജിത് നക്ഷത്രമാകും, തിരുവോണത്തിലേക്ക് കടക്കും. മറ്റന്നാൾ രാവിലെ നേരത്തെയൊക്കെ തിരുവോണം തന്നെയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് കുറച്ചു നേരം ഈ മഹാബലി ചരിതവും ഭഗവാന്റെ വാമനാവതാര ചരിതവും ഒന്ന് ചിന്തിക്കാം എന്ന് വിചാരിച്ചത്. വായിച്ച് 2 അധ്യായങ്ങൾ വായിച്ച് ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. നാളെ വീണ്ടും 11 മണിക്ക് അല്ലെങ്കിൽ 10:30 മണിക്ക് തന്നെ നമുക്ക് നോക്കാം. നാളെ 10:30 തന്നെ ക്ലാസ് എടുക്കാം. 16-ാം അധ്യായം വായിക്കുകയാണ്. ദേവിയുടെ പയോവ്രതം കശ്യപ പ്രജാപതി അത് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. നമുക്കും അതുപോലെ മനസ്സുകൊണ്ട് ദേവി എങ്ങനെയാണോ ഭഗവാനെ പ്രാർത്ഥിച്ചത്, ഉപാസിച്ചത്, അതുപോലെ മനസ്സുകൊണ്ട് തയ്യാറെടുത്താൽ നാളെ നമുക്കും ഭഗവാൻ വാമനനായി അവതരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷോഡശോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാദിതിസ്തദാ ഹൃദേ ത്രിവിഷ്ടവേ ദൈത്യൈഃ പര്യദപ്യതനാഥവത്. ഏകദാ കശ്യപസ്തസ്യാഃ ആശ്രമം ഭഗവാനഗാത്. നിരുത്സവം നിരാനന്ദം സമാധേർവിരതശ്ചിരാത്. സപത്നീം ദീനവദനാം കൃതാസന പരിഗ്രഹഃ. സഭാജിതോ യഥാ ന്യായം ഇദമാഹ കുരുദ്വഃ. അപ്യഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുനാഗതം. ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോശ്ചന്ദാനുവർത്തിനഃ. അഭിവാകുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി. ധർമ്മസ്യാർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹ്യയോഗിനാം. അഭിവാദിതയോപ്യേത്യ കുടുംബാസക്തയാ ത്വയാ. ഗൃഹാദപൂജിതാ യാതാ പ്രത്യുത്ഥാനേന വാ ക്വചിത്. ഗൃഹേഷു യേഷ്വതിതയോ നാർച്ചിതാ സലിലൈരപി. യദി നിർയാന്തി തേ നൂനം ഭേരുരാജഗൃഹോപമാഃ. അഭ്യഗ്നയസ്തു വേലായാം നഹുതാ ഹവിഷാ സതി. ത്വയോദ്വിഗ്നധിയാ ഭദ്രേ പ്രോഷിതേ മയി കർഹിചിത്. യത്പൂജയാ കാമഗുഗാൻ യാതി ലോകാൻ ഗൃഹാന്വിതഃ. ബ്രാഹ്മണോഗ്നിശ്ച വൈ വിഷ്ണോഃ സർവദേവാത്മനോ മുഖം.
अपि सर्वे कुशलिनः तव पुत्रा मनस्विनी लक्षये स्वस्थमात्मानं भवत्या लक्षणैरहम्। अतिथिरुवाच भद्रं द्विजगवां ब्रह्मन् धर्मस्यास्य जनस्य च त्रिवर्गस्य परं क्षेत्रं गृहमेदिन् गृहायि मे। अग्नयो अदितयो भृत्या भिक्षवो ये च लिप्सवः सर्वं भगवतो ब्रह्मन् अनुद्यानां नरिष्यति। को नु मे भगवन् कामो न सम्पद्येत मानसः यस्य भवान् प्रजाध्यक्ष एवं धर्मान् प्रभाषते। तवैव मारीच मनः शरीरजाः प्रजा इमा सत्त्वरजस्तमोजुषः समो भवान् तासु असुरादिषु प्रभो तदा विभक्तं भजते महेश्वरः। तस्मादीश भजन्त्या मे श्रेयश्चिन्तय सुव्रत हृदश्रियो हृदस्थानान् सपत्नै पाहि नः प्रभो। परैर्विभासिता साहं मग्ना व्यसनसागरे ऐश्वर्यं श्रीर्यशस्थानं हृदानि प्रबलैर्मम। यथा तानि पुनः साधो प्रपद्येरन्ममात्मजाः तदा विदेहि कल्याणं धिया कल्याणकृत्तम। श्रीशुक उवाच एवमभ्यर्थितोदित्या कस्ताम् आह स्मयन्निव अहो मायाबलं विष्णोः स्नेहबद्धमिदं जगत्। क्व देहो भौतिकोऽनात्मा क्व चात्मा प्रकृतेः परः कस्य के पतिपुत्राद्या मोह एव हि कारणम्। उपतिष्ठस्व पुरुषं भगवन्तं जनार्दनं सर्वभूतगुहावासं वासुदेवं जगद्गुरुं सविधास्यति ते कामान् हरिर्दीनानुकम्पनः। अमोघा भगवद्भक्तिः नेतरेति मतिर्मम। अदितिरुवाच केनाहं विधिना ब्रह्मन् उपस्थास्ये जगल्पतिं यथा मे सत्यसङ्कल्पो विदद्यात् समनोरथम्। आदिसत्त्वं द्विजश्रेष्ठा विधिं तदुपधावनम् आशुतुष्यति मे देवः सीदन्त्या सह पुत्रकैः। कश्यप उवाच एतन्मे भगवान् पृष्टः प्रजाकामस्य पद्मजः यदा ते प्रवक्ष्यामि व्रतं केशवतोषणम्। फाल्गुनस्यामले पक्षे द्वादशाहं पयोव्रतः अर्चयेदरविन्दाक्षं भक्त्या परमयान्वितः। सिनीबाल्यामुदालिप्य स्नायात् क्रोढविधिर्मयाम् यदि लभ्येत वै स्रोतसि एतं मन्त्रमुदीरयेत्। त्वं देव्यादिवराहेण रसायास्थानमिच्छता उद्धृतासि नमस्तुभ्यं पात्मानं मे प्रणाशय। निर्वर्तितात्मनियमो देवमर्चेत् समाहितः अर्चायां स्तण्डिले सूर्ये जले वह्नौ गुरौ अपि। नमस्तुभ्यं भगवते पुरुषाय महीयसे सर्वभूतनिवासाय वासुदेवाय साक्षिणे। नमो व्यक्ताय सूक्ष्माय प्रधानपुरुषाय च चतुर्विंशद्गुणज्ञाय गुणसङ्ख्यानहेतवे। नमो द्विशीर्ष्णे त्रिपदे चतुःशृङ्गाय तन्दवे सप्तहस्ताय यज्ञाय त्रैविद्यात्मने नमः। नमः शिवाय रुद्राय नमः शक्तिधराय च सर्वविद्याधिपतये भूतानां पतये नमः। नमो हिरण्यगर्भाय प्राणाय जगदात्मने योगैश्वर्यशरीराय नमस्ते योगहेतवे। नमस्त आदिदेवाय साक्षिभूताय ते नमः। नारायणाय ऋषये नराय हरये नमः। नमो मरगदश्यामवपुषे अधिगतश्रिये केशवाय नमस्तुभ्यं नमस्ते पीतवाससे। त्वं सर्ववरदः पुंसां वरेण्यवरदर्शव अतस्ते श्रेयसे धीराः पादरेणुमुपासते। अन्ववर्तन्दयं देवाः श्रीश्च तल्पादपद्मयोः स्पृहयन्दैवामोदं भगवान् मे प्रसीदताम्। एतैर्मन्त्रैर्षीकेशम् आवाहन पुरस्कृतम् अर्चयेत् श्रद्धया युक्तः पद्पाद्योपस्पर्शनादिभिः। अर्चित्वा गन्धमाल्याद्यैः पयसा स्नपयेद्विपुम् वस्त्रोपवीताभरणपाद्योपस्पर्शनैस्ततः गन्धधूपादिभिश्चार्चेत् द्वादशाक्षरविद्यया। श्रुतं पयसि नैवेद्यं शाल्यन्नं विभवे सति ससर्पिः सगुडं दत्त्वा जुहुयान्मूलविद्यया। निवेदितं तल्भक्ताय दद्यात् भुञ्जीतवा स्वयं दत्त्वा चमनमर्चित्वा ताम्बूलं च निवेदयेत्। जपेदष्टोत्तरशतं स्तुवेदस्तुतिभिः प्रभुं
कृत्वा प्रदक्षिणं भूमौ प्रणमे दण्डवन्मुखा कृत्वा शिरसि तच्छेषां देवमुद्वासयेत् ततः द्यवरान् भोजयेत् विप्रान् पायसेन यथोचितं भुञ्जीत तैरनुज्ञातः शेषं श्रेष्ठः सभाजितैः ब्रह्मचार्य तद्रात्र्यां शोभूते प्रथमे हनि स्नादशुचिर्यथोक्तेन विधिना सुसमाहितः पयसा स्नापयित्वार्चेद् यावत् व्रतसमापनं पयो भक्षो व्रतमिदं चरेद् विष्णुर्चनादृतः पूर्ववज्जुहुयादग्निं ब्राह्मणांश्चापि भोजयेत् एवं त्वहरः कुर्यात् द्वादशाहं पयोव्रतः हरेराराधनं होमम् अर्हणं द्विजतर्पणं प्रतिपद्दिनमारभ्य यावत् शुक्लत्रयोदशी ब्रह्मचर्यमदस्वप्नं स्नानं त्रिश्रवणं चरेत् वर्जयेत् असदालाभं भोगान् उच्चावजांस्तदा अहिंसः सर्वभूतानां वासुदेवपरायणः त्रयोदश्यामदो विष्णोः स्नपनं पञ्चकैर्विभोः कारयेत् शास्त्रदृष्टेन विधिना विधिगोविदैः पूजां च महतीं कुर्यात् वित्तशाढ्यविवर्जितः चरुं निरूप्य पयसी विविष्टाय विष्णवे श्रुतेन तेन पुरुषं यजेत सुसमाहितः नैवेद्यं चादिगुणवद दद्यात् पुरुषतुष्टितम् आचार्यं ज्ञानसम्पन्नं वस्त्राभरणधेनुभिः तोषयेत् मृत्युजश्चैव तद्विद्याराधनं हरेः भोजयेत् तान् गुणवता सदन्येन शुचिस्मिते अन्यांश्च ब्राह्मणान् शक्या ये च तत्र समागताः दक्षिणां गुरवे दद्यात् ऋत्विभ्यश्च यथार्हतः अन्नाद्येनाश्वपाकांश्च प्रीणयेत् समुपागतान् भुक्तवल्सु च सर्वेषु दीनान्धकृपणेषु च विष्णोस्तत्प्रीणनं विद्वान् भुञ्जीत सह बन्धुभिः नृत्यवादित्रगीतैश्च स्तुतिभिः स्वस्तिवाजगैः कारयेत् तल्कदाभिश्च पूजां भगवतोऽन्वहम् पयोव्रतं नाम पुरुषाराधनं परं पितामहेनाभिहितं मया ते समुदाहृतं त्वं चानेन महाभागे सम्यक् चीर्णेन केशवम् आत्मना शुद्धभावेन नियतात्मा भजाव्ययम् अयं वै सर्वयज्ञाख्यः सर्वव्रतमिति स्मृतं तपःसारमिदं भद्रे दानं चेश्वरतर्पणं तयेव नियमा साक्षात् तयेव च यमोत्तमाः तपोदानं व्रतं यज्ञो येन तुष्यत्यतोक्षजः तस्मादेतद्व्रतं भद्रे प्रयता श्रद्धयाचर भगवान् परितुष्टस्ते वरानाशु विदास्यति। हरि ओम्। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् अष्टमस्कन्धे अदितिपयोव्रतकथनं नाम षोडशोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन् नमस्ते, नारायणाखिल गुरो भगवन् नमस्ते। കശ്യപ പ്രജാപതി അതിഥിക്ക് ഭഗവാനെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്രതമായിട്ട് 12 ദിവസം പ്രഥമ മുതൽ ദ്വാദശി വരെ അല്ലെങ്കിൽ ത്രയോദശി വരെ നീണ്ടു നിൽക്കുന്ന ആ പയോവ്രതത്തെ ഉപദേശിച്ചത് കണ്ടു. വിഷ്ണുവിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളതാണ് എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തു. അതിന് ജപിക്കാനുള്ളതായിട്ടുള്ള മന്ത്രങ്ങളും അതെല്ലാം പറഞ്ഞു കൊടുത്ത് അത് പ്രകാരം ദേവിത പയോവ്രതം അനുഷ്ഠിക്കുന്നു. ഭഗവാൻ പ്രത്യക്ഷനായി ദേവിയെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ആ അധ്യായമാണ് 17-ാം അധ്യായം. തന്റെ മുമ്പിൽ അവതരിച്ച ഭഗവാനെ സ്തുതിക്കുന്ന അതിഥി 2-3 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നത് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത സപ്തദശോऽധ്യായഃ. ശ്രീശുക ഉവാച ഇത്യുക്താ സാദിതിരാജൻ സ്വഭർത്രാ കശ്യപേന വൈ അന്വദിഷ്ടവ്രതമിദം ദ്വാദശാഹം അതന്ത്രിത ചിന്തയന്ത്യേകയാ ബുദ്ധ്യാ മഹാപുരുഷമീശ്വരം പ്രഗൃഹ്യേന്ദ്രിയദുഷ്ടാശ്വാൻ മനസാ ബുദ്ധിസാരഥി മനശ്ചൈകാഗ്രയാ ബുദ്ധ്യാ ഭഗവത്യഖിലാത്മനി വാസുദേവേ സമാധായ ചചാരഃ പയോവ്രതം തസ്യാഃ പ്രാദുരഭൂത്താദ ഭഗവാനാദിപൂരുഷഃ
പീതവാസാശ്ചതുർബാഹുഃ ശംഖചക്രഗദാധരഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. തം നേത്രഗോചരം വീക്ഷ്യ സഹസോക്തായ സാദരം നനാമ ഭുവി കായേന ദണ്ഡവത് പ്രീതി വിഹ്വല. സോക്തായ ബദ്ധാഞ്ജലിരീഡിതും സ്ഥിത നോത്സേഹ ആനന്ദജലാകുലേക്ഷണ. ബഭൂവ തൂഷ്ണീം പുളകാകുലാകൃതി തദ്ദർശനാത്യുത്സവഗാത്രവേ വധുഃ. പ്രീത്യാ ശനൈർഗദ്ഗതയാ ഗിരാ ഹരിം തുഷ്ടാവസാദേവ്യതിഥി കുരുവഃ. ഉദ്വീക്ഷതി സാ പിബതീവ ചക്ഷുഷാ രമാപതിം യജ്ഞപതിം ജഗൽപതിം. അതിതിരുവാച യജ്ഞേശ യജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ ശ്രവണ മംഗള നാമധേയ. ആപന്നലോക വൃജിനോപശമാ സമോദയാദ്യ ശംനകൃധീശ ഭഗവൻ അസിനി ദീനനാഥ. വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരം ഗൃഹീത പുരുഷക്തി ഗുണായ ഭൂമ്നെ സ്വസ്ഥായ ശശ്വതുപബൃംഹിത പൂർണ്ണബോധവ്യാപാദിതാത്മതമസേ ഹരയേ നമസ്തേ. ആയുഃ പരം വപുരഭീഷ്ടമതുല്യലക്ഷ്മീ ദ്യോഭൂരസാ സകലയോഗഗുണാസ്ത്രിവർഗഃ. ജ്ഞാനം ച കേവലമനന്ത ഭവന്തി തുഷ്ടാത് ത്വത്തോ നൃണാം കിമു സപത്നജയാദിരാശിഃ. സപത്നജയാദിരാശിഃ ജയാദിരാശിഃ. ശ്രീശുക ഉവാച അദിത്യൈവം സ്തുതോ രാജൻ ഭഗവാൻ പുഷ്കരേക്ഷണഃ. ക്ഷേത്രജ്ഞഃ സർവഭൂതാനാം ഇതി ഹോവാച ഭാരത. ശ്രീഭഗവാനുവാച ദേവമാതർഭവത്യാ മേ വിജ്ഞാതം ചിരകാംക്ഷിതം യത് സപത്നൈർഹൃതശ്രീണാം ഛാവിദാനാം സ്വധാമതഃ. താൻ വിനിർജിത്യ സമരേ ദുർമദാൻ അസുരർഷഭാൻ പ്രതിലബ്ധ ജയശ്രീഭിഃ പുത്രൈരിച്ഛസി ഉപാസിതം. ഇന്ദ്രജ്യേഷ്ഠൈः സ്വതനയൈർഹതാനാം യുധി വിദ്വിഷാം സ്ത്രിയോരുദന്തീർ ആസാദ്യ ദ്രഷ്ടുമിച്ഛസി ദുഃഖിതാഃ. ആത്മജാൻ സുസമൃദ്ധാൻ ത്വം പ്രത്യാഹൃത യശശ്രിയഃ. നാഗപൃഷ്ഠമധിഷ്ഠായ ക്രീഡതോ ദ്രഷ്ടുമിച്ഛസി. പ്രായോധുനാ തേ അസുരയൂഥനാദാ അപാരണീയാ ഇതി ദേവി മേ മതിഃ. യത്തേനുകൂലേശ്വര വിപ്രഗുപ്ത ന വിക്രമസ്തത്ര സുഖം ദദാതി. അദാപ്യുപായോ മമ ദേവി ചിന്ത്യഃ സന്തോഷിതസ്യ വ്രതചര്യയാതെ മമാർച്ചനം നാർഹതി ഗന്ധുമന്യഥാ ശ്രദ്ധാനുരൂപം ഫലഹേതുകത്വാത്. ത്വയാർച്ചിതശ്ചാഹമപദ്യഗുപ്തയേ പയോവ്രതേനാനുഗുണം സമീഡിതഃ. സ്വാംശേന പുത്രത്വമുപേദ്യത്തെ സുതാൻ ഗോപ്താസ്മി മാരീച തപസ്യധിഷ്ഠിതഃ. ഉപധാവപതിം ഭദ്രേ പ്രജാപതിമകൽമഷം മാം ച ഭാവയതി പത്യൗ ഏവം രൂപമവസ്ഥിതം. നൈതത്പരസ്മാ ആഖ്യേയം പൃഷ്ടയാപി കഥഞ്ചന സർവം സമ്പദ്യത്തെ ദേവി ദേവഗുഹ്യം സുസംവൃതം. ശ്രീശുക ഉവാച ഏതാവദുക്ത്വാ ഭഗവാൻ തത്രൈവാന്തരദീയത. അതിഥിർദുർലഭം ലബ്ധ്വാ ഹരേർജന്മാത്മനി പ്രഭോഃ. ഉപാദാവത്പതിം ഭക്ത്യാ പരയാ കൃതകൃത്യവത് സ വൈ സമാധിയോഗേന കശ്യപസ്തദബുദ്ധ്യത. പ്രവിഷ്ടമാത്മനി ഹരേഃ അംശം ഹവിദദേക്ഷണഃ. സോദിത്യാം വീര്യമാധത്ത തപസാ ചിരസംവൃതം. സമാഹിതമനാരാജൻ ദാരുണ്യഗ്നിം യഥാനിലഃ. അതിഥേർധിഷ്ഠിതം ഗർഭം ഭഗവന്തം സനാതനം. ഹിരണ്യഗർഭോ വിജ്ഞായ സമീഡേ ഗുഹ്യനാമഭിഃ. ബ്രഹ്മോവാച ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തുതേ. നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ. നമസ്തേ പ്രശ്നിഗർഭായ വേദഗർഭായ വേദസേ. ത്രിനാഭായ ത്രിപൃഷ്ടായ ശിവിവിഷ്ടായ വിഷ്ണവേ. ത്വമാദിരന്തോ ഭുവനസ്യ മദ്യം അനന്തശക്തിം പുരുഷം യമാഹുഃ. കാലോ ഭവാനാക്ഷിപതീശ വിശ്വം സ്രോതോ യദാന്തഃ പതിതം ഗഭീരം. ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം
പ്രജാപതീനാമസി സംഭവിഷ്ണുഃ ദിവൗകസാം ദേവദിവശ്ച്യുതാനാം പരായണം നൗരിവമജ്ജതോത്സു. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ സപ്തദശോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭഗവാൻ ദേവിയുടെ ആ പയോവ്രതം എന്നുള്ള ഉപാസനയുടെ മുമ്പിൽ സന്തുഷ്ടനായി ചതുർബാഹുവായി പ്രാദുർഭവിച്ചതാണ് കണ്ടത്. തസ്യാഹ പ്രാദുരഭൂതാദ ഭഗവാനാദിപൂരുഷഃ പീതവാസ ചതുർബാഹു ശംഖചക്രഗദാധരഃ എന്നുള്ള 4ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായത് വർണ്ണിച്ചു. ആ ഭഗവാനെ കണ്ട് ദേവി എങ്ങനെയാണ്, എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ കുറച്ച് പരിഭ്രമിക്കുന്ന, ഭക്തിപരവശയായിട്ട് ആ പരിഭ്രമിക്കുന്ന ധ്രുവൻ ഏതൊരവസ്ഥയെ പ്രാപിച്ചു ഭഗവാനെ കണ്ടപ്പോൾ അതേപോലൊരു അവസ്ഥയെ പ്രാപിക്കുന്നത് വർണ്ണിച്ചു. അതാണ് ഭഗവാനെ കണ്ട് ആദ്യം നമസ്കരിച്ചു, ദീർഘദണ്ഡമായിട്ട് നമസ്കരിച്ചു. നനാമ ഭുവി കായേന ദണ്ഡവത് പ്രീതി വിഹ്വല. ദണ്ഡവത് നനാമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീയായിട്ടുള്ള അതിഥി ഭഗവാനെ ദണ്ഡ നമസ്കാരം ചെയ്തു എന്ന് ഭാഗവതം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പലയിടത്തും ദണ്ഡ നമസ്കാരം സ്ത്രീകൾ ചെയ്തത് ഭാഗവതത്തിൽ തന്നെ കാണാം നമുക്ക്. അപ്പൊ സ്ത്രീകൾക്ക് ദണ്ഡ നമസ്കാരം നിഷേധിച്ചത് പിന്നീടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ കാലം കൊണ്ട് വന്നു ചേർന്നതാണ് ഓരോരോ ആചാരങ്ങൾ. അപ്പൊ എന്തായാലും നിഷിദ്ധമായിട്ടുള്ളതല്ല എന്നുള്ളത് ഉറപ്പായി. അങ്ങനെ ദേവി എഴുന്നേറ്റ് ആ സോത്ഥായ ബദ്ധാഞ്ജലി രീഡിതും സ്ഥിത നോത്സേഹ സ്തുതിക്കുവാനായിക്കൊണ്ട് ആരംഭിക്കുമ്പോ ദേവിക്ക് സാധിക്കുന്നില്ല. നോത്സേഹ ന ഉത്സേഹ എന്ന് പറഞ്ഞാല് ആ ഒരു ശക്തി ഉണ്ടായില്ല എന്നർത്ഥം. സ്തുതിക്കാനായില്ല. ആനന്ദജലാകുലേക്ഷണ, കണ്ണുനീർ ധാരയായി നിറഞ്ഞുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ബഭൂവ തൂഷ്ണീം ബഭൂവ മിണ്ടാതിരുന്നു എന്നാണ് പറയുന്നത്. പുളകാകുലാകൃതി, ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ട് നിറഞ്ഞിട്ട് തദ്ദർശന അത്യുത്സവ ഗാത്രവേപതുഹു. ആ ദേവി ഭഗവാനെ കണ്ടിട്ട് ആ ഉത്സാഹം കൊണ്ട് ആനന്ദം നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് വേപതുവായിട്ട് എന്നാ പറഞ്ഞത്. വിറയ്ക്കുന്ന ശരീരത്തോടെ ഭക്തി പരവശയായിട്ട് അങ്ങനെ നിന്നു. പിന്നെ പതുക്കെ പ്രീത്യാ ശനൈഹി ഗദ്ഗതയാ ഗിര. ശനൈഹി പതുക്കെ പതുക്കെ ഗദ്ഗതമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് തൊണ്ട ഇടറിക്കൊണ്ട് ഹരിം തുഷ്ടാവസാ ദേവി അതിഥി ദേവി പിന്നീട് പതുക്കെ സ്തുതിച്ചു. ഉദ്വീക്ഷതീ സാ പിബദീവ ചക്ഷുഷാ രമാപതിം യജ്ഞപതിം ജഗത്പതി. രമാപതിയും യജ്ഞപതിയും ജഗൽപതിയുമായ ഭഗവാനെ കണ്ണുകൊണ്ട് കുടിക്കും പോലെ നോക്കിക്കൊണ്ട് എന്നാണ്. ചക്ഷുഷാ പിബദീവ ഉദ്വീക്ഷതി. നമ്മുടെ ധ്രുവനും ഇതുപോലെ തന്നെയാണ്. ഭഗവാനെ കുടിക്കുകയായിരുന്നു കണ്ണുകളെ കൊണ്ട്. അതുപോലെ ഇവിടെ ദേവിയും ഭഗവാനെ കണ്ണുകളെ കൊണ്ട് ചക്ഷുഷാ പിബദീവ ഉദ്വീക്ഷതി, കണ്ണുകൊണ്ട് കുടിച്ചുകൊണ്ട് നോക്കി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാന്റെ നാമങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ആപത്തിൽ അകപ്പെട്ടവർക്ക്, അവരുടെ പാപങ്ങളെ നശിപ്പിച്ച് അവർക്ക് അഭയം കൊടുക്കുന്ന ദീനനാഥനല്ലേ അങ്ങ്, എനിക്ക് മംഗളത്തെ ചെയ്താലും ശം ന കൃതി ഈശ നഹ സംകൃതി, ഞങ്ങൾക്ക് മംഗളത്തെ ചെയ്താലും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഈ ഭൂമിയെ രക്ഷിക്കാൻ, ധർമ്മത്തെ രക്ഷിക്കാൻ പല പ്രാവശ്യം പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ, അങ്ങ് പ്രസാദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലഭ്യമല്ലാത്തത്? ആയുഹു പരം ബഭുഹു അഭീഷ്ടം അതുല്യ ലക്ഷ്മി ദ്യോ ഭൂ രസാ, 3 ലോകങ്ങളും ലഭിക്കും. സകല യോഗഗുണാഹ, എല്ലാ യോഗ ഐശ്വര്യങ്ങളും അഷ്ടസിദ്ധികളും, ത്രിവർഗ ധർമ്മ അർത്ഥ കാമങ്ങളും ലഭിക്കും. ജ്ഞാനം ച കേവലം, ആ കേവലമായ അദ്വിതീയമായ മോക്ഷദായകമായിട്ടുള്ള ജ്ഞാനവും ലഭിക്കും. അങ്ങ് തുഷ്ടനായാൽ ഭവന്തി തുഷ്ടാത്, അങ്ങ് തുഷ്ടനായി കഴിഞ്ഞാൽ ഭവിക്കുന്നു എന്നാണ്.
ത്വത്തോ നൃണാം കിമു സപത്ന ജയാതിരാശി. സപത്ന ജയം എന്ന് പറഞ്ഞാൽ ശത്രുക്കളോടുള്ളതായിട്ടുള്ള ജയം മുതലായിട്ടുള്ള ആശിസ്സുകൾ പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ്. അപ്പൊ ശത്രുജയം മുതലായവ പറയേണ്ടതുണ്ടോ എന്ന് സൂചിപ്പിച്ചതിലൂടെ ഭഗവാന് കാര്യം പിടികിട്ടി എന്താണ് ദേവി ഉദ്ദേശിക്കുന്നത് എന്ന്. ആ സപത്ന ശബ്ദം ഉപയോഗിച്ചത് തന്നെ തന്റെ ഒരു സപത്നിയെ കൂടി കരുതിക്കൊണ്ടാണ്, അല്ലെ? തന്റെ സപത്നിയായ ദിതിയുടെ മക്കളാണ് അസുരന്മാര്. ആ അസുരന്മാരാണ് ഇപ്പോൾ തന്റെ മക്കളെ ജയിച്ച് അവരെ സ്ഥാനഭ്രഷ്ടരാക്കി ദിതിക്ക് രാജമാതാവിന്റെ സ്ഥാനം കൊടുത്ത് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, തന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സപത്നജയം മുതലായിട്ടുള്ള ആശിസ്സുകൾ അങ്ങ് പ്രസാദിച്ചാൽ പിന്നെ പറയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ദേവിയുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് മനസ്സിലായിക്കൊണ്ട് ഭഗവാൻ പറയണം, അല്ലയോ ദേവമാത, അമ്മയുടെ ഉള്ളിലുള്ളത് ചിരകാംക്ഷിതം മേ വിജ്ഞാതം, എന്നാൽ അറിയപ്പെട്ടിരിക്കുന്നു. യത് സപത്നൈർ ഹൃദശ്രീണാം ചാവിതാനാം സ്വകാമതഃ. സപത്നന്മാരാൽ ശത്രുക്കളാൽ ശ്രീ ഹൃദം ഹരിക്കപ്പെട്ട് അവര് സ്വധാമത്തിൽ നിന്ന് ചാവിതന്മാരായിരിക്കുന്നു, ചെവിക്കപ്പെട്ടിരിക്കുന്നതോ ച്യുതി സംഭവിച്ചിരിക്കുന്നു, അവരുടെ സ്ഥാനം പോയിരിക്കുന്നു. അതല്ലേ അമ്മയുടെ വിഷമം. താൻ വിരഞ്ജിത്യ സമരേ ദുർമദാൻ അസുരർഷഭാൻ പ്രതിലബ്ധ ജയശ്രീബിൻ പുത്രൈർ ഇച്ഛസി ഉപാസിതും. അമ്മയുടെ മക്കൾ ആ ശത്രുക്കളെ ജയിച്ച് അവരവരുടെ സ്ഥാനങ്ങൾ വീണ്ടെടുത്ത് ആ സ്ത്രീയോടുകൂടെ അമ്മയെ വന്ന് സേവിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നു അല്ലേ? അതല്ലേ അമ്മയുടെ ആഗ്രഹം. മക്കളെ വിജയശ്രീലാളിതരായിട്ട് ഐശ്വര്യം വീണ്ടെടുത്തവരായിട്ട് അമ്മയെ ശുശ്രൂഷിക്കണം, വന്നിട്ട് രാജമാതാവായിട്ട് സ്വർഗാധിപതിയായ ഇന്ദ്രന്റെ അമ്മയായിട്ട് അമ്മയ്ക്ക് ഇരിക്കണമല്ലേ എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി പറയുകയാണ്. പുത്രൈരിച്ഛസി ഉപാസിതും ഇന്ദ്രജ്യേഷ്ഠൈ സ്വതനയൈർ ഹതാനാം യുധി വിദ്വിഷാം സ്ത്രീയോ രുദന്തീരാസാദ്യ ദ്രഷ്ടുമിച്ഛസി ദുഃഖിതാഹ. അമ്മയുടെ മൂത്ത പുത്രൻ ഇന്ദ്രൻ, ആ ഇന്ദ്രനാകുന്ന ജ്യേഷ്ഠനോടുകൂടിയ അമ്മയുടെ മക്കള് 12 അല്ലെങ്കിൽ 11 ആദിത്യന്മാരാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഭഗവാൻ കൂടി ജനിക്കുമ്പോഴാണ് 12 തീരുന്നത്. അപ്പൊ അമ്മയുടെ മക്കള് യുദ്ധത്തിൽ ശത്രുക്കളെ ജയിച്ച് അവരുടെ ഭാര്യമാർ കരയുന്നത് കാണണല്ലേ? അതാണ് സ്ത്രീയോ രുതന്തീർ അസാധ്യ ദ്രഷ്ടുമിച്ഛസി ദുഃഖിതാഹ. ആ ശത്രുക്കളായ അസുരന്മാരുടെ ഭാര്യമാർ കരയുന്നത് കാണാം. ഭാര്യമാരെന്ന് പറയും, ഭാര്യമാര് മാത്രമല്ല, അമ്മയായ ദിതിയും ധനുവും അവരൊക്കെ കരയണമെന്നത് കാണണം അല്ലേ എന്നാണ് ഭഗവാൻ ദേവിയുടെ ഉള്ളു മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. ആത്മജാൻ സുസമൃദ്ധാൻ ത്വം പ്രത്യാഹൃത യശസ്രിയ നാകപൃഷ്ടമധിഷ്ഠായ ക്രീഡതോ ദ്രഷ്ടുമിച്ഛസി. അങ്ങയുടെ പുത്രന്മാര് ആ സ്വർഗത്തിന്റെ മുകളിൽ ക്രീഡിക്കുന്നത് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നു. അവരുടെ യശസ്സും ശ്രീയുമെല്ലാം വീണ്ടെടുത്ത് നാഗപൃഷ്ടം സ്വർഗത്തിന്റെ മുകളിൽ ആ സ്വർഗോപരി അധിഷ്ഠായ ക്രീഡതോ ദ്രഷ്ടും ഇച്ഛസി. അവർ ക്രീഡിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുകയാണല്ലേ. എന്നാൽ അമ്മ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ അസുരന്മാർക്ക് ഭയങ്കര ശക്തിയാണ്, അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഇപ്പൊ സാധ്യമല്ല. അതാണ് പ്രായോദുനാതേ അസുരയൂതനാദ അപാരണീയ ഇതി ദേവി മേ മതിഃ യത്തേനുകൂലേശ്വര വിപ്രഗുപ്ത ന വിക്രമസ്തത്ര സുഖം ദദാതി. അധുനാ തേ അസുരയൂതനാദാഃ അപാരണീയ പ്രായഃ. പ്രായേണ എന്ന് പറഞ്ഞാൽ ഇപ്പോ സാമാന്യമായിട്ട് ആ അസുരയൂതനാഥന്മാര്, അസുര സൈന്യാധിപന്മാരുണ്ടല്ലോ, അപാരണീയ, അവരെ കീഴ്പ്പെടുത്തി അവരെ മറുകര കാണാൻ പറ്റില്ല. അവരുടെ അപ്പുറത്തേക്ക് അവരെ ക്രോസ് ചെയ്ത് കടക്കാൻ പ്രയാസമാണ്, അവരെ ജയിക്കാൻ സാധ്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. മേ മതി യത്തേ അനുകൂല ഈശ്വര വിപ്രഗുപ്താന വിക്രമസ്തത്ര സുഖം ദദാതി. കാരണം അവര് അനുകൂല ഈശ്വരാനുകൂല്യമുള്ളവരാണ് ഇപ്പോ. എന്തുകൊണ്ടെന്നാൽ വിപ്രഗുപ്താഹ, ബ്രാഹ്മണരാൽ രക്ഷിക്കപ്പെടുന്നവരാണ്. ബ്രാഹ്മണരുടെ അനുഗ്രഹം നല്ലതുപോലെ സമ്പാദിച്ചിരിക്കുകയാണ് അവര്. ബ്രാഹ്മണർക്ക് ധാരാളം ദാനം ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവർ പറയുന്നതെല്ലാം അനുസരിച്ച് ശുക്രാചാര്യർ മുതലായിട്ടുള്ള ആ ഭൃഗുവംശജാതന്മാരായിട്ടുള്ള ബ്രാഹ്മണരുടെ അനുഗ്രഹം അവർക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അനുകൂല ഈശ്വര വിപ്രഗുപ്താഹേ തത്ര വിക്രമഃ ന സുഖം ദദാതി. അവരുടെ നേരെ ഇപ്പൊ വിക്രമം കാണിച്ചാൽ, പരാക്രമം കാണിച്ചാൽ സുഖമല്ല ഉണ്ടാവും. പണ്ട് ജയിച്ചതുപോലെ ഇപ്പൊ ജയിക്കാൻ പറ്റില്ല. മുമ്പ് ദേവാസുര യുദ്ധത്തില് അസുരന്മാരെയൊക്കെ വധിച്ച് മഹാബലിയൊക്കെ വധിച്ച് ജയിച്ചതാണ്. പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥ. അന്ന് ജയിച്ച പോലെയല്ല. ഇപ്പോ ബ്രാഹ്മണ അനുഗ്രഹം നല്ലതുപോലെ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക്.
അതാപ്യുപായോ മമ ദേവി ചിന്ത്യഃ സന്തോഷിതസ്യ വ്രതചര്യയാതേ മമാർച്ചനം നാർഹതി ഗന്തുമന്യഥാ ശ്രദ്ധാനുരൂപം ബലഹേതുകത്വാത്. അതാപി ഉപായഃ മമ ദേവി ചിന്ത്യഃ. ഹേ ദേവി, ഉപായഃ മമ ചിന്ത്യഃ. എന്തായാലും എനിക്കിപ്പോ പണിയായി. അമ്മ എനിക്ക് പണി തന്നു. എനിക്ക് ഉപായം ചിന്തിക്കപ്പെടേണ്ടതാണ്. എന്തെന്നാൽ സന്തോഷിതസ്യ വ്രതചര്യയാതേ, വ്രതചര്യ സന്തോഷിതസ്യ മമ. അമ്മയുടെ വ്രതചര്യ കൊണ്ട് സന്തോഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ പണിയായി ഇനിയിപ്പോ ഇതിനൊരു ഉപായം കണ്ടെത്തുക. മമ അർച്ചനം നാർഹതി ഗന്ധും അന്യത. എന്റെ അർച്ചനുണ്ടല്ലോ, അത് അന്യതാ ഗന്ധും നാർഹതി. അത് വെറുതെയായി പോകാൻ പാടുള്ളതല്ലല്ലോ. എന്നെ അർച്ചിച്ചാൽ അതിന്റെ ഫലം ലഭിച്ചിരിക്കണം. അതാണ് ശ്രദ്ധാനുരൂപം ബലഹേതുകത്വാത്. ഓരോരുത്തരുടെയും ശ്രദ്ധയ്ക്ക് അനുരൂപമായിട്ടുള്ള ഫലഹേതുകമാണ് എന്റെ അർച്ചന. അപ്പൊ എന്നെ അമ്മ ശ്രദ്ധാപൂർവം പൂജിച്ചിരിക്കുന്നു. അതിന്റെ ഫലം അമ്മയ്ക്ക് ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ നാളെ മുതൽ ആരും വിഷ്ണുവിനെ ആരാധിക്കാതെയാവും. അത് ലോകത്തിന് തന്നെ മോശമാണ്, ലോകത്തിന് തന്നെ നഷ്ടമാണ്. അതുകൊണ്ട് അത് സമ്മതിച്ചു കൊടുത്തുകൂടല്ലോ. അതുകൊണ്ട് അമ്മ എന്നെ ഉപാസിച്ച് അമ്മ എന്നെ പ്രസാദിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് അനുഗ്രഹം നൽകാൻ ബാധ്യസ്ഥനാണ്. അമ്മയുടെ പ്രശ്നങ്ങൾ തീർത്തു തരാൻ എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉപായം നോക്കട്ടെ, ചിന്തിക്കേണ്ടതാണ്. ഇപ്പോ ഉപായോ മമ ചിന്ത്യഃ ത്വയാർച്ചിതശ്ചാഹമപത്യഗുപ്തയേ പയോവ്രതേനാനുഗുണം സമീഡിതഃ സ്വാംശേന പുത്രത്വമുപേദ്യത്തെ സുതാൻ ഗുപ്താസ്മി മാരീച തപസ്യധിഷ്ഠിതഃ. അപ്പോ അമ്മയാൽ അർച്ചിക്കപ്പെട്ടു ഞാൻ. അപത്യഗുപ്തയെ, അമ്മയുടെ മക്കളെ രക്ഷിക്കാനായിക്കൊണ്ട് ത്വയാ അർച്ചിതഃ ച അഹം പയോവ്രതേന, നല്ല വ്രതം കൊണ്ട്, പയോവ്രതം എന്നുള്ളതായിട്ടുള്ള വ്രതം കൊണ്ട്, അതുപോലെ അനുഗുണം സമീഡിത, വേണ്ടതുപോലെ എന്നെ സ്തുതിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സ്വാംശേന പുത്രത്വം ഉപേത്യ, എന്റെ അംശം കൊണ്ട് അമ്മയുടെ പുത്രത്വത്തെ പ്രാപിച്ച് തേ സുതാൻ ഗോപ്താസ്മി, അമ്മയുടെ പുത്രന്മാരെ ഞാൻ രക്ഷിക്കും. മാരീച തപസി അധിഷ്ഠിത, മരീചിയുടെ പുത്രനാണ് കശ്യപൻ. അതാണ് മാരീചൻ എന്ന് പറയുന്നത്. കശ്യപൻ, മരീചിയുടെ പുത്രനായ ആ കശ്യപന്റെ തപസ്സിൽ, അദ്ദേഹത്തിന്റെ തേജസ്സിൽ ഞാൻ അധിഷ്ഠിതനായിട്ട് പ്രവേശിച്ചിട്ട് അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് അമ്മയുടെ പുത്രനായി അവതരിച്ച് അമ്മയുടെ മക്കളെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. അമ്മ പേടിക്കണ്ട. അതുകൊണ്ട് ആ അമ്മയുടെ ഭർത്താവിനെ അമ്മ സമീപിക്കൂ, അദ്ദേഹത്തിൽ നിന്ന് ഗർഭം ധരിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉപദാവ പതിം ഭദ്രേ പ്രജാപതിം അകൽമഷം, ആ നിഷ്കളങ്കനായ കൽമഷരഹിതനായിട്ടുള്ള ശുദ്ധനായ പ്രജാപതിയെ പതിം ഉപദാവ, പതിയെ സമീപിക്കൂ, അദ്ദേഹത്തെ സേവിക്കൂ. മാംസ ഭാവയതി പത്യവും ഏവം രൂപം അവസ്ഥിതം, ഈ ഇപ്പം അമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ രൂപത്തോടുകൂടിയ എന്നെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പതിയിൽ എന്നെ കാണൂ എന്നാ പറയുന്നത്. അമ്മയുടെ ഭർത്താവിൽ എന്നെ കാണൂ എന്നാണ്. നൈതത് പരസ്മാഖ്യേയം പൃഷ്ടയാവി കഥഞ്ചന സർവം സമ്പദ്യതേ ദേവി ദേവഗുഹ്യം സുസമൃതം. വേറൊരാളോടൊന്ന് പറയരുത് കേട്ടോ, ആര് ചോദിച്ചാലും പറയരുത്. കഥഞ്ചന പൃഷ്ടയാ അപി, ചോദ്യം ചെയ്താൽ പോലും, പ്രശ്നം ചെയ്താൽ പോലും, ഏതത് പരസ്മൈ നാഖ്യേയം, പരസ്മൈ പരന്മാരോട് നാഖ്യേയം പറഞ്ഞു കൊടുക്കരുത്. സർവം സമ്പദ്യത, എല്ലാം സാധിച്ചു തരാട്ടോ. ദേവഗുഹ്യം സുസമൃതം, ഈ ദേവരഹസ്യമാണിത്, നല്ലതുപോലെ മൂടി വെക്കപ്പെടേണ്ടതാണ്. ഇത് പുറത്ത് പറയരുത് ആരോടും, രക്ഷിക്കപ്പെടേണ്ട രഹസ്യമാണ് എന്ന് ഭഗവാൻ ആ ദേവിക്ക് അനുഗ്രഹിച്ച് വാക്കുകൊടുത്തു. എന്നിട്ട് അന്തർദാനം ചെയ്തു. ആ ഭഗവാനിൽ നിന്ന് ദുർലഭമായിട്ടുള്ള അനുഗ്രഹം ലഭിച്ച ദേവി ആ പതിം ഭക്തിയാ ഉപാദാവത് പറയാ കൃതകൃത്യവത്, ആ കൃതകൃത്യയെ പോലെ ഭർത്താവിനെ സമീപിച്ചു. സവൈ സമാധിയോഗേന കശ്യപ തദബുദ്ധ്യത, സർവജ്ഞനായ കശ്യപൻ തന്റെ സമാധിയോഗം കൊണ്ട് ഇതെല്ലാം അറിഞ്ഞു. ഭഗവാൻ പറഞ്ഞതൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ആ ഭഗവാനെ, പ്രവിഷ്ടം ആത്മനി ഹരേഹേ അംശം ഹി അവിതദേക്ഷണ, അദ്ദേഹത്തിന്റെ ഈക്ഷണം, അദ്ദേഹത്തിന്റെ ദർശനം വൃഥാവിലാവില്ല. അങ്ങനെയുള്ള സത്യസങ്കല്പനായിട്ടുള്ള അദ്ദേഹം സഹ അതിഥ്യാം വീര്യമാദത്ത് തപസാ ചിരസമൃതം, തപസ്സുകൊണ്ട് വളരെ കാലമായി സംഭരിച്ചിരുന്ന വീര്യത്തെ ഇപ്പോ അതിഥിയിലേക്ക് ഗർഭാദാനം ചെയ്തു. സമാഹിതമനാരാജൻ ദാരുണി അഗ്നിം യഥാ അനില,
എങ്ങനെയാണോ ദാരു കടയുമ്പോൾ അഗ്നി ഉണ്ടാകുന്നത്, അനിലൻ ഉണ്ടാകുന്നത്, അതുപോലെ ആ ദേവിയിലേക്ക് ഈ കശ്യപ പ്രജാപതി ഗർഭാദാനം ചെയ്തു. അതിഥേർധിഷ്ഠിതം ഗർഭം ഭഗവന്തം സനാതനം ഹിരണ്യഗർഭോ വിജ്ഞായ സമീടേ ഗുഹ്യനാമഭി. അതിഥി ഗർഭം ധരിച്ചതറിഞ്ഞ് ഹിരണ്യഗർഭൻ ബ്രഹ്മദേവൻ വന്ന് വേണ്ടതുപോലെ സ്തുതിച്ചു എന്നും പറഞ്ഞുകൂടെ. ആ ബ്രഹ്മാവിന്റെ സ്തുതിയാണ്, ഭഗവാനെ സ്തുതിക്കുന്ന വരികളാണ് പിന്നീട് കണ്ടത്. 25 മുതൽ 28 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ. ബ്രഹ്മോവാച ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തുതേ. നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ. നമസ്തേ പ്രശ്നിഗർഭായ വേദഗർഭായ വേദസേ. ത്രിനാഭായ ത്രിപൃഷ്ടായ ശിവിവിഷ്ടായ വിഷ്ണവേ. ത്വമാദിരന്തോ ഭുവനസ്യ മദ്യം അനന്തശക്തിം പുരുഷം യമാഹുഃ. കാലോ ഭവാനാക്ഷിപതീശ വിശ്വം സ്രോതോ യദാന്തഃ പതിതം ഗഭീരം. ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാം അസി സംഭവിഷ്ണുഃ. ദിവൗകസാം ദേവദിവശ്ച്യുതാനാം പരായണം നൗരിവമജ്ജതോപ്സു. ബ്രഹ്മാവിന്റെ ആ സ്തുതിയിൽ സൂചിപ്പിച്ചു, ആ ദേവലോകത്തുനിന്ന് ചുതി വന്നവരായിട്ടുള്ള ദിവശ്ചുതാനാം ദിവൗകസാം, ആ ദേവലോകവാസികൾക്ക് പരായണം. എങ്ങനെ? അപ്സു മജ്ജതോ നൗരിവ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവർക്ക് എങ്ങനെയാണോ തോണി അല്ലെങ്കിൽ കപ്പൽ ആശ്രയമാകുന്നത്, അതുപോലെ സ്വർഗത്തിൽ നിന്ന് പതിച്ചവരായിട്ടുള്ള ദേവന്മാർക്ക് അങ്ങാകുന്നു അഭയം, അങ്ങ് തന്നെയാകുന്നു ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ചു. ഇങ്ങനെ ആ ബ്രഹ്മദേവനാലും സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ അതാ അതിഥിയുടെ ഗർഭത്തിൽ നിന്ന് ആ വിശേഷപ്പെട്ട ദിവസം ദ്വാദശി പുണ്യദിനത്തിൽ അഭിജിത് മുഹൂർത്തത്തിൽ അവതരിക്കുന്നതായിട്ടുള്ള കഥയാണ്. അടുത്ത അധ്യായം നമുക്ക് നാളെ ഉത്രാട ദിവസം നാളെ 10:30 മണിക്ക് കാണാം. ഹരിയോ. ഇന്ന് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ വീണ്ടും കാണാം. ഓണാശംസകൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും. ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഐശ്വര്യപൂർണമായ ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ ഉത്സവമായിട്ടുള്ള